നമസ്കാരം. ഓം നമ ശിവായ. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴമാറ്റമുണ്ടായിരിക്കുകയാണ്. വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതോടുകൂടി ഓരോ രാശിക്കാർക്കും നിരവധി ഗുണങ്ങളും അതുപോലെ പല രാശിക്കാർക്ക് ചില ദോഷങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ വ്യാഴമാറ്റം മൂലം ഓരോ രാശിയിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ അറിയാം. ആദ്യം നോക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരായ പ്രിയപ്പെട്ടവരെ, ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ധനകാര്യ രംഗത്ത് മെച്ചപ്പെട്ട അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും സജീവമാകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരവും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വളർച്ചാ സാധ്യതകളുമൊക്കെ ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ ഏറെ നാളായി ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിച്ച് പണമില്ലാതിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കുന്നു, ബിസിനസ് വിപുലീകരിക്കാൻ കഴിയുന്നു. അതുപോലെ ജോലി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ജോലി മാറാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്നു. അങ്ങനെ പല പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. എന്നാൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചിലവുകളും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ്. മൊത്തത്തിൽ ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു നല്ല സമയമാണ് ഈ വ്യാഴമാറ്റം മേടം രാശിക്കാർക്ക് നൽകുന്നത്. ഈശ്വരാനുഗ്രഹമാണ് പരമാൽ പ്രധാനം. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോവുക, കഴിയുന്ന വഴിപാടുകൾ നൽകുക, പ്രാർത്ഥനകൾ നടത്തുക, ഇതൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ജീവിതത്തിൽ പുതിയ ഊർജവും ആത്മവിശ്വാസവും പകരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂടുതൽ തിളക്കം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. തൊഴിൽ രംഗത്ത് പുരോഗതിയും പുതിയ അവസരങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ആലോചനകൾ ലഭിക്കാം. ഏറെ നാളായി പല മുടക്കങ്ങൾ കാരണം വിവാഹം നടക്കാതിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ ആലോചനകൾ വന്നു ചേരുന്നത് മൂലം വിവാഹങ്ങൾ നടക്കാം. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. നിങ്ങൾക്ക് ബന്ധുക്കൾക്കിടയിലും കുടുംബത്തിലുമൊക്കെ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ഒക്കെ ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം എങ്കിൽ കൂടുതൽ ഗുണകരമാകും നിങ്ങൾക്ക്. ജീവിതം പുതിയ ദിശയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളും ക്ഷേത്ര ദർശനം നടത്തുക, പ്രാർത്ഥനകൾ നടത്തുക, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നീങ്ങുക. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ആത്മപരിശോധനയുടെയും ആത്മീയ വളർച്ചയുടെയും ഒരു കാലമാണ്. വിദേശ ബന്ധങ്ങളിൽ നിന്നും വിദേശ അവസരങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങളും നിശബ്ദമായി പുരോഗമിക്കുന്നതായി കാണാം. മനസ്സിൽ പുതിയ സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ നിങ്ങളുടെ രൂപപ്പെടും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ വന്നേക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ് ഇത്. പ്രാർത്ഥനയും ആത്മീയ പ്രവർത്തനങ്ങളും മനസ്സിന് വലിയ ആശ്വാസം നൽകും. ചെറിയ ചില ബുദ്ധിമുട്ടുകളും അസ്വാരസ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും പ്രാർത്ഥനയിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും ഒക്കെ നമുക്കത് മാറ്റിയെടുക്കാം. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സാഫല്യത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിത്തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. സാമ്പത്തിക നേട്ടങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നുമൊക്കെ കൂടുതൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഒരു മികച്ച സമയമാണ് ഇത്. സമൂഹത്തിൽ അംഗീകാരവും സ്വാധീനവുമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്.
ഏറെ നാളായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴി തുറക്കും. ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടും. സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകുന്നതോടുകൂടി നിങ്ങളുടെ ഏകദേശ പ്രശ്നങ്ങളൊക്കെ തീരും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അതുപോലെ ആഭിചാര ക്രിയകളാൽ ഏറെ നാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടി നിങ്ങളിലേക്ക് വന്നു ചേരും. വീടും സ്ഥലവും ഒക്കെ സ്വന്തമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അനുകൂലമായ സമയമാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ വലിയ നേട്ടങ്ങളുടെ ഒരു സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കുറേ നാളത്തെ കഠിന പരിശ്രമം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആ ഒരു മനോഭാവം അത് നിങ്ങളുടെ കമ്പനി കാണുന്നു. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകാരത്തിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ ജോലി ആഗ്രഹിച്ച് അതിനുവേണ്ടി ഏറെ നാളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളർച്ചയും വികസനവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കും. കുടുംബത്തിൻ്റെ പിന്തുണയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കരുത്താകും. പൊതുപ്രവർത്തന മേഖലയിൽ പൊതുസമൂഹവുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന ബലം ലഭിക്കുന്ന അല്ലെങ്കിൽ ആ അർഹിക്കുന്ന ബലം നേടിത്തരുന്ന ഒരു സമയമായിട്ട് മാറുന്നു. നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നു എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നു. കുട്ടികളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്നു. മറ്റ് ഏറെ നാളായി അകന്നു നിന്ന ബന്ധുക്കളൊക്കെ നിങ്ങളിലേക്ക് അടുത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നു. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം കൈപിടിച്ച് നടത്തുന്ന ഒരു കാലഘട്ടമാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഉയർന്ന പഠനം, വിദേശയാത്ര, പുതിയ പഠന അവസരങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഏറെ നാളായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയം. പരീക്ഷകളിലെ വിജയം, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് മികച്ച ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏറെ നാളായി പരിശ്രമിക്കുകയായിരുന്നുവെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് തോന്നും. ഗുരുജനങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. മുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉദിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഈ വ്യാഴമാറ്റക്കാലം. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ചില മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇവയിൽ പലതും ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ ചില വിഷമങ്ങൾ ഉണ്ടാവുമെങ്കിലും, അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് കനത്ത വിഷമം ഉണ്ടാകുമെങ്കിലും അതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറും. സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു സമയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോയാൽ പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് വിജയകരമായി മറികടക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അമിതമായിട്ടുള്ള ദേഷ്യം ഒഴിവാക്കുക. ഒരു കാര്യം നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുവെങ്കിൽ അതിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സമയമാണ്. ചിന്തിച്ച് ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളുടെ ശക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. വിവാഹം ഏറെ നാളായി വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ വിവാഹം ചെയ്യാനുള്ള താല്പര്യം കാണിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു ആനന്ദവും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ പങ്കാളിത്ത ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ വ്യാഴമാറ്റക്കാലം. സാമ്പത്തികമായിട്ട് ഇവർക്ക് അധികം ഗുണം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. പലയിടങ്ങളിൽ നിന്ന് ഇവർക്ക് പണം ലഭിക്കും. കുറേ നാളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ്.
മാത്രവുമല്ല വൃശ്ചിക രാശിക്കാർക്ക് ഇനി വളരെ നല്ലൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കാനും മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. മറ്റുള്ളവരുടെ പിന്തുണയിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. മാത്രവുമല്ല നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരുന്ന ആഭിചാരക്രിയകൾ, നിങ്ങളുടെ ശത്രുക്കൾ ചെയ്ത ആഭിചാരക്രിയകളാൽ നിങ്ങൾ കുറേ നാളായി ബുദ്ധിമുട്ടിലായിരുന്നു. ആ ആഭിചാരക്രിയകളിൽ നിന്നൊക്കെ മുക്തി നേടി ജീവിതത്തിൽ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ പാത കൂടുതൽ തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഇത്. തൊഴിൽ രംഗത്തും മത്സര രംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളെ മറികടക്കാനും പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഉള്ളത്. നിങ്ങൾ ചില കാര്യങ്ങൾ, പുതിയ ചില തുടക്കങ്ങൾ നടത്തും. അതായത് നിങ്ങളുടെ ജീവിതത്തിന് കരുത്താകുന്ന ചില തുടക്കങ്ങൾ. ചിലപ്പോൾ ബിസിനസ് പരമായിട്ട് ഏറെ നാളായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള വഴി തുറക്കുന്നതായിരിക്കാം. മറ്റ് പല കാര്യങ്ങളും, ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വീട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരുന്നത്. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും സൃഷ്ടിപരമായ നേട്ടങ്ങളും നിറഞ്ഞ സമയമാണിത്. പ്രണയബന്ധങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്കുണ്ടാകും. വീട്ടുകാർ സമ്മതിക്കാതെ വിവാഹം നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി വിവാഹത്തിന് വീട്ടുകാരൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ച് വിവാഹം നടക്കും. സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മാത്രവുമല്ല ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഈ വ്യാഴമാറ്റക്കാലം വലിയ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. സാമ്പത്തികമായും പ്രശസ്തി, പേരും പ്രശസ്തിയും ഒക്കെ വലിയ രീതിയിൽ മാറും. സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി നിങ്ങളെ കൊണ്ടെത്തിക്കും. അടുത്തത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ സൗഖ്യത്തിൻ്റെയും വസ്തു സമ്പാദ്യത്തിൻ്റെയും കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു കാഴ്ച കാണുന്നു. മാതാപിതാക്കളുടെ പിന്തുണയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുമെന്നതും ഏറെ പ്രധാനമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കുകയും ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. പിതൃക്കളുടെ സ്വത്ത്, അതായത് കുടുംബപരമായി കൈമാറി വന്ന സ്വത്ത് നിങ്ങളുടെ പേരിലാവുകയും അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്ന് ചേരും. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധൈര്യത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും സമയമാണിത്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഭാഗ്യം അനുകൂലമാകും. ചെറു യാത്രകളും പുതിയ ബന്ധങ്ങളുമൊക്കെ ഗുണകരമാകും. ആ യാത്രകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് കരുത്ത് നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കുടുംബത്തിൻ്റെ പിന്തുണയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസരം വരുന്നു. ആശയവിനിമയ കഴിവ് വർദ്ധിക്കുന്നതിലൂടെ തൊഴിൽ രംഗത്തും ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാകും. ഓഫീസിലൊക്കെ നിങ്ങൾക്ക് നന്നായി ഷൈൻ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് ഈ കാലഘട്ടം വലിയ വിജയങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്.